രാജ്യത്ത് വ്യാപകമായി വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ നീക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിൽ രാജ്യത്തുടനീളം പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെത്തിയ ഹർജികളിൽ ഇപ്പോൾ സുപ്രീം കോടതി നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ബംഗാൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ വാദം കേട്ട സുപ്രീം കോടതി പറഞ്ഞത് അപ്പീൽ ട്രൈബ്യൂണലുകൾ രൂപീകരിച്ച് ഈ വിഷയം പഠിക്കണം എന്നാണ്. വോട്ടർ പട്ടികയിലെ ഒഴിവാക്കലുകൾക്കെതിരെയുള്ള അപ്പീലുകൾ കേൾക്കാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം ഒരുക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് ട്രൈബ്യൂണലുകളെ സമീപിക്കാമെന്നും അവരുടെ പരാതികൾ ട്രൈബ്യൂണലുകൾ കേൾക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. പരാതിക്കാർ അപ്പീൽ കേൾക്കുവാൻ സ്വന്തമായ ഒരു സംവിധാനമില്ല എന്നതാണ് ബംഗാൾ സർക്കാരും പരാതിക്കാരും കേസുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയവരും മുൻപ് തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്. ഈ ആശങ്കകളെല്ലാം പരിഗണിച്ചാണ് സുപ്രീം കോടതി ഗൗരവമായ ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. BJPക്ക് അനുകൂലമായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ പുറത്താക്കുകയും ചെയ്ത സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. ന്യൂനപക്ഷങ്ങളെയും സർക്കാരിനെ ചോദ്യം ചെയ്തവരെയും അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നീക്കങ്ങളാണ് നടത്തിയത്. അന്യായങ്ങൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദിച്ച പ്രമുഖരായ വ്യക്തിത്വങ്ങളെ അടക്കം നീക്കം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തേറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്. നോബൽ സമ്മാനം നൽകി ലോകം അംഗീകരിച്ച ധനശാസ്ത്ര വിദഗ്ധനും ഭാരതരത്ന ജേതാവുമായ ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെന്നിനെ അടക്കം പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 92 വയസ്സുള്ള അമർത്യ സെന്നിനെ വാദം കേൾക്കാൻ വിളിപ്പിച്ചതിനെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത്, കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. വോട്ടർ പട്ടികയിൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തി ഒഴിവാക്കിയ അനേകരെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിച്ച് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉയർത്തിയപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര സർക്കാരിനോ ഉത്തരമുണ്ടായിരുന്നില്ല. പശ്ചിമ ബംഗാളിൽ 55 ലക്ഷം പേർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 34 ലക്ഷം പേർ മരിച്ചവരായി കണക്കാക്കി, 19 ലക്ഷം പേർ താമസം മാറിയവരുമായി കണക്കാക്കുന്നു, 12 ലക്ഷം പേർ കണ്ടെത്താൻ ആകാത്തവരാണ്, 1.3 ലക്ഷം പേരുടെ പേരുകൾ ആവർത്തിച്ചതായും കാണുന്നുണ്ട്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലഖ്നൌവിലും വ്യാപക വെട്ടിമാറ്റൽ നടന്നുവെന്നും കണക്കുകൾ പറയുന്നു. ഏകദേശം 30% വോട്ടുകളാണ് അവിടെ വെട്ടിമാറ്റപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഗാസിയാബാദ് 28%, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങളായ ബൽറാംപൂർ, കാൺപൂർ, പ്രയാഗ്രാജ്, മീററ്റ്, ഗൗതം ബുദ്ധ നഗർ, ഹാംപൂർ, സഹ്വാറാപൂർ, ആഗ്ര എന്നിവിടങ്ങളിൽ നിരവധി വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ വെറും ഉദാഹരണം മാത്രം. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ തന്നെ വെട്ടിമാറ്റൽ നടന്നു എന്നത് വൻ ആശങ്കാജനകം തന്നെയാണ്. അതിനെതിരെയാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികളുടെ കൂമ്പാരം കുമിഞ്ഞുകൂടിയത്. ഇതിൽ രാഹുൽ ഗാന്ധി നിരന്തരം പോരാട്ടങ്ങളിലാണ്. രാജ്യത്തിൻ്റെ അടിസ്ഥാനം ഇളക്കുന്ന അതിദാരുണമായ അവസ്ഥ മോദിയുടെ ഭരണത്തിൽ സംജാതമായതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളുമായി ജനത്തിൻ്റെ ശബ്ദമായത്. അതേസമയം തിരഞ്ഞെടുപ്പുകളിൽ വ്യാപക ക്രമക്കേടുകളും നിരന്തരം എടുത്തു കാട്ടിയിരുന്നു. അതിൽ പ്രധാനമായി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭർത്താവായ പരകാല പ്രഭാകർ നടത്തിയ പരാമർശവും രാജ്യത്ത് ശ്രദ്ധ നേടിയിരുന്നു. 2024 തിരഞ്ഞെടുപ്പിലെ വോട്ട് വ്യത്യാസം 12.5% എത്തിയെന്നും ചരിത്രപരമായി ഇത് 1% താഴെ ആയിരുന്നുവെന്നും പ്രഭാകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏകദേശം 5 കോടി അധിക വോട്ടുകൾ എണ്ണപ്പെട്ടുവെന്നുമാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ചും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരാമർശം. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളിൽ കമ്മീഷൻ നടപടി കൈക്കൊണ്ടില്ലെന്നും പ്രഭാകർ ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്രം നിൽക്കക്കള്ളിയില്ലാതെ എരിപിരി കൊള്ളുമ്പോഴാണ് SIRൻ്റെ കാര്യത്തിൽ കോടതി ഇപ്പോൾ ഇടപെട്ടത്. ഇത് ആശ്വാസജനകമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ നീതിയും നിയമവും അവകാശവും നിഷേധിക്കുമ്പോൾ സമാശ്വാസവുമായി കോടതി ഉണ്ട് എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. മോദിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിയ വെട്ടിപ്പും തട്ടിപ്പും നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും
അതിൽ നീതിയുക്തമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.